അല്പസമയം മുൻപാണ് പൊള്ളാച്ചിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം മറ്റ് മതപരമായ ചടങ്ങുകൾ നടത്തിയതിനു ശേഷം ഈ 9 മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോരാനുള്ള ആംബുലൻസ് പുറപ്പെട്ടത്. ഏതാണ്ട് 9 മണിക്ക് മുൻപ് തന്നെ ഇവർ പാങ്ങിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. 9 മണിക്കാണ് പൊതുദർശനം. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും വീടുകളിൽ കൊണ്ടുപോവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. ഷാരിഖ് നവാസ് ഇപ്പോൾ ചേരുന്നുണ്ട്. ഷാരിഖ്, ഈ ആംബുലൻസുകൾക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ഷാരിഖ് ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? എപ്പോഴേക്ക് നാട്ടിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്? വലിയ വേഗതയിൽ തന്നെയാണ് ആംബുലൻസുകൾ പോകുന്നത്. അതായത് പോലീസിന്റെ അകമ്പടി ഉള്ളത് കൊണ്ട് വലിയ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ പൊള്ളാച്ചി അതിർത്തി, അതായത് സംസ്ഥാന അതിർത്തി കടന്ന് ഗോപാലപുരം കടന്ന് വണ്ണാമട എത്തിക്കഴിഞ്ഞു. ഇനി പാലക്കാടേക്ക് ഇവിടുന്ന് വെറും 22 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത്. പാലക്കാട് നിന്ന് പിന്നീട് മണ്ണാർക്കാട് വഴിയാണ് ഇത്. മണ്ണാർക്കാട് കരിങ്കല്ലത്താണിയാണ് പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തി. ആ കരിങ്കല്ലത്താണി വഴിയാണ് പെരിന്തൽമണ്ണയിലേക്ക് കടക്കുക. അവിടെ നിന്ന് പാങ്ങിലേക്കാണ് പോവുക. വലിയ വേഗതയിൽ തന്നെയാണ് ആംബുലൻസുകൾ പോകുന്നത്. പോലീസിന്റെ അകമ്പടിയുണ്ട്, അതുപോലെ തന്നെ സബ് കളക്ടറുടെ വണ്ടി അനുഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ മറ്റു വാഹനങ്ങളും പാങ്ങ് പ്രദേശത്തെ പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ആംബുലൻസുകൾക്കൊപ്പം അനുഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു നീണ്ട നിര വാഹന വ്യൂഹം തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പൊള്ളാച്ചി സംസ്ഥാന അതിർത്തി കടന്നു, ഗോപാലപുരം കടന്നു, വണ്ണാമടയും കടന്നു കഴിഞ്ഞു. ഇനി പാലക്കാടേക്ക് ഏകദേശം 22 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അവിടെ നിന്ന് മണ്ണാർക്കാട് കരിങ്കല്ലത്താണി വഴി പെരിന്തൽമണ്ണയിലെത്തും. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് 5:30 മണിയോടുകൂടിയാണ് വാൾപ്പാറയിലെ 13 വളവിൽ ഇത്തരത്തിൽ വലിയ അപകടമുണ്ടായത്. ആ അപകടത്തിൽപ്പെട്ട 9 പേർ മരിച്ചു. 13 അംഗ സംഘമാണ് വിനോദസഞ്ചാരത്തിനായി വാൾപ്പാറയിൽ എത്തിയിരുന്നത്. അതിലെ 9 പേർ മരിച്ചു. 9 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസുകളിൽ കൊണ്ടുവരുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ ആംബുലൻസുകളിലാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുവരുന്നത്. അവരുടെ സ്വന്തം നാട്ടിലേക്ക്, പാങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുമിച്ചെത്തിയ ആളുകൾ ഇപ്പോൾ പല വാഹനങ്ങളിലായി, പല ആംബുലൻസുകളിലായി ജീവനില്ലാത്ത ശരീരവുമായാണ് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. അത്തരത്തിൽ വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. കാരണം അതിലൊരു കുട്ടി ഉൾപ്പെടെ 7 സ്ത്രീകളുണ്ട്, ഒരു പുരുഷൻ ഉൾപ്പെടെ അത്തരത്തിൽ 9 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുക. അവരുടെ സ്വന്തം നാടായ മലപ്പുറം പെരിന്തൽമണ്ണയിലെ പാങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇപ്പോൾ ഇനി അത് ചിറ്റൂരിലേക്ക് എത്തും. അവിടെ നിന്ന് പാലക്കാട്ടേക്ക് 20 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അവിടെ നിന്ന് നേരെ മണ്ണാർക്കാട് വഴിയാണ് ഇത് മലപ്പുറത്തേക്ക് കടക്കുക. മണ്ണാർക്കാട്, അതിനുശേഷം കരിങ്കല്ലത്താണി, അവിടെ നിന്നാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ എത്തിയിട്ടുണ്ട്. അതായത് ആംബുലൻസ് കൊഴിഞ്ഞാമ്പാറ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ വേഗതയിൽ തന്നെയാണ് വരുന്നത്. എന്തായാലും ഇവർ ഉദ്ദേശിച്ച സമയം, അതായത് 9 മണിക്കാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ആംബുലൻസുകളും അവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ വേഗതയിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് വാഹന തിരക്ക് റോഡിലില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. മാത്രമല്ല പോലീസിന്റെ അകമ്പടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസിന് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റോഡിലെ തിരക്ക് ഏറുന്നതിന് മുൻപ് തന്നെ ഈ ആംബുലൻസുകളെല്ലാം മലപ്പുറം പെരിന്തൽമണ്ണയിലെ പാങ്ങിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ കടന്നിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ പിന്നിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 9 മണിക്ക് മുൻപ് തന്നെ പാങ്ങിലെത്തും. 9 മണിയോടെയാണ് പൊതുദർശനം. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ അവിടെ പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5:15 നാടിനെ നടുക്കിയ ഈ ദുരന്തം ഉണ്ടായ വാഹനാപകടം സംഭവിച്ചത്. വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ പോവുകയായിരുന്ന വാഹനം 13-ാം ഹെയർപിൻ വളവിൽ, ഏതാണ്ട് 40ഓളം വളവുകളുണ്ട് അവിടെ. അതിൽ 13-ാമത്തെ ഹെയർപിൻ വളവിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. വാഹനം നിയന്ത്രണം വിട്ടതിനു ശേഷം സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് താഴേക്ക് മറിയുകയായിരുന്നു. ഏതാണ്ട് 300 അടിയോളം താഴ്ചയിലേക്ക് വാഹനം പോയിട്ടുണ്ട്. നമ്മൾ വാഹനത്തിൻ്റെ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു ആ വാഹനം ഉണ്ടായിരുന്നത്. ഈ 13-ാമത്തെ ഹെയർപിൻ വളവിൽ നിന്ന് 9-ാമത്തെ ഹെയർപിൻ വളവിലേക്ക് വാഹനം പതിക്കുന്ന രീതിയിലേക്ക് വലിയൊരു ദുരന്തമായിരുന്നു, വലിയൊരു അപകടമായിരുന്നു സംഭവിച്ചത്. ട്രാവലർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. യാത്രക്കാർ, അതിൽ 13 പേരിൽ 9 പേരുടെ ജീവനാണ് നഷ്ടമായത്. അവർക്ക് യാത്ര മൊഴി നൽകാൻ
പാങ് എന്ന ഗ്രാമം ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഈ പള്ളികളോ അല്ലെങ്കിൽ അവരുടേതായ ബോഡി ക്രിമേഷൻ ഇപ്പോൾ മഞ്ഞളാംകുഴി അലി MLA മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇവിടെ തത്സമയം നമ്മൾ മാക്സിമം ഒരു 1 അവർ എന്താണ് ഒരു കഴിയുന്ന വേഗത്തിൽ ഫിനിഷ് ചെയ്യണം. കാരണം വൈകിക്കാൻ പറ്റില്ലല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡികളാണ്, പിന്നെ സ്ത്രീകളാണ്. അപ്പോൾ പെട്ടെന്ന് അവരെ 3 പേര് ഇപ്പം ഹോസ്പിറ്റലിലാണ്. അവരെ ICUലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. 3 പേരെയും. പിന്നെ വലിയ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇപ്പം പോകുന്നത്. ഒരു കുഞ്ഞിനെ മൗലാനയിലേക്ക് മാറ്റിയിരുന്നല്ലോ. ഒരു കുഞ്ഞിനെ പെരുന്നാളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാറ്റിസ്ഫാക്ടറി എന്നാ പറയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇല്ല, ആ കുട്ടിക്ക് അങ്ങനെയാണ് പറയുന്നത്. ആ കുട്ടിക്ക് മറ്റ് ഗുരുതരമായി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? കോയമ്പത്തൂരിലുണ്ട്. കോയമ്പത്തൂരാണ് ഇപ്പോൾ അവരുള്ളത്. ഹോസ്പിറ്റലിലാണ്. അത് ICUയിൽ അവരെ പിന്നെ കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ICUയിലേക്ക് മാറ്റുകയാണ് ഇപ്പം. രാവിലെ എൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ വന്നതിന് ശേഷം അവിടെ മാറ്റുമെന്നാണ് പറയുന്നത്. ഈ ഡോക്ടർമാരോട് സംസാരിച്ചതിന് ശേഷം ആശുപത്രി മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കും. നമ്മളത് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇന്നലെ തന്നെ രാത്രി പല ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നു. അവിടുന്ന് മാറണം, ഗംഗയിലേക്ക് മാറണം, അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടുന്ന് മെഡിക്കൽ സംഘം കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ. അവരുടെ ഒരു പിന്നെ ഇതനുസരിച്ച് ഇപ്പം മാറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിനനുസരിച്ച് മാറണം എന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കളൊന്നും അതിന് നിലവിൽ അവിടെ തന്നെ. മൈതാനതലം മഞ്ഞളാംകുഴി അലിയാണ് പരിക്കേറ്റവരുടെ വിവരവും അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ മങ്കട MLA മഞ്ഞളാംകുഴി അലി സംസാരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സംസ്കാരം അതുപോലെ തന്നെ ചികിത്സയിലിരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു MLA. എന്തായാലും ഈ അപകടം നടന്നുണ്ട്. ശ്രീത്ത്, വലിയ രീതിയിലുള്ള അപകടം. നമ്മൾ ആളുകൾക്ക് ആ വാനിൻ്റെ രൂപം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അവിടുത്തെ കാഴ്ച എന്താണ്? ഈ ഒരു വാഹനം ഒരു പപ്പടം പോലെ പൊടിഞ്ഞ സാഹചര്യമാണ് ഉള്ളത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് 9ാം വളവിലാണ്. നിലവിൽ 40 വളവുകളാണ് ഈ ഒരു ചുരത്തിന്, വാൾപ്പാറയുമായി ബന്ധപ്പെട്ട ഈ ഒരു ചുരത്തിനുള്ളത്. ഇതിൽ 9ാം വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് എനിക്ക് തൊട്ട് മുകളിലുള്ള അത് 10ാം വളവ്, 11, 12, 13ാം വളവിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇവിടേക്ക് പതിച്ചത്. ആ ദൃശ്യങ്ങൾ ആണ് ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളിലുള്ള ആ മേഖലയിൽ നിന്നാണ്, അവിടെ ആളുകൾ നിൽക്കുന്ന ആ പ്രദേശത്ത് നിന്നാണ്. അതാണ് 13ാം വളവ്. അവിടെ നിന്നാണ് നേരെ താഴെ 9ാം വളവിലേക്ക് ഈ ഒരു ട്രാവലർ പതിക്കുന്നത്. അതായത് ഈ അതിരപ്പള്ളിയിൽ പോയി മലക്കപ്പാറയും കണ്ട് അങ്ങനെ വാൽപ്പാറയും കണ്ട് നല്ല തണുപ്പാണ്. അതെല്ലാം ആസ്വദിച്ചാണ് ഈ തൊട്ടു താഴെ ആളിയാർ ഡാമുണ്ട്. ആളിയാർ ഡാം കാണാൻ വേണ്ടിയാണ് ഈ വഴിയിലൂടെ ഇറങ്ങുന്നത്. എന്തായാലും അവിടെ നിന്ന് വാഹനം ഇവിടേക്ക് പതിക്കുകയായിരുന്നു. ഒരുപക്ഷെ മറ്റേതെങ്കിലും വാഹനത്തിന് സൈഡ് കൊടുത്താകാം, അല്ലെങ്കിൽ ബ്രേക്ക് പോയതായിരിക്കാം. എന്തായാലും ആ ഒരു വാഹനം താഴത്തേക്ക് പതിക്കുന്നതോടുകൂടി തന്നെ ഏതാണ്ട് കാര്യത്തിലെല്ലാം തീരുമാനമായിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്ര കണ്ട് പപ്പടം പോലെ പൊടിഞ്ഞ ഈ പൊളിക്കാൻ വാഹനങ്ങളെല്ലാം പൊളിക്കുന്ന മാർക്കറ്റുകൾ കിടക്കുന്ന വാഹനം പോലെയാണ് ഈ മേഖലയിൽ കിടക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി വന്ന ആളുകളാണ് ഈ മേഖലയിലേക്ക്. സ്വാഭാവികമായി ആ വിനോദസഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഇനി ആളിയാർ ഡാം കൂടി കണ്ടതിനു ശേഷം പാലക്കാട് വഴി, പൊള്ളാച്ചി വഴി ഒക്കെ മടങ്ങാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. അവരാണ് ഇപ്പോൾ ആംബുലൻസുകളിൽ ജീവച്ഛവമായി അല്ലെങ്കിൽ ജീവനറ്റ ശരീരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ അപകടത്തിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ വാഹനം ഇവിടേക്ക് പതിക്കുമ്പോൾ വല്ലാത്തൊരു ശബ്ദമുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്വാഭാവികമാണ്, താഴേക്കടക്കം ആ ശബ്ദം പ്രകമ്പനം പോലെ കേട്ടിരുന്നു. എന്തായാലും ആ വാഹനം ഉടൻ തന്നെ നാട്ടുകാർ, ഒരു ജനവാസ മേഖലയൊന്നുമല്ല, അധികം വീടുകളൊന്നും ഇല്ല. എന്തായാലും ഉടൻ തന്നെ നാട്ടുകാരാണ് ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. 4 പേരെ നമുക്ക് പുറത്തെടുക്കാനായി. അത് ഇവിടുത്തെ ഇവിടുത്തെ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്ത. 4 പേരെ പുറത്തെടുക്കാനായി. അതിലൊരു കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ആണിപ്പോൾ ചികിത്സയിലുള്ളത്. ആ കുട്ടിക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ജീവന് ഇപ്പോൾ ഭീഷണിയില്ല എന്ന തരത്തിലേക്ക് പറയുന്നത്. മറ്റാളുകൾക്കൊക്കെ അതീവ അവസ്ഥയിൽ പോകുന്നത്.
5:15 ഈ വാൽപ്പാറയിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ വാനിൽ 13 പേരായിരുന്നു. അതിൽ 9 പേരുടെ ജീവനെടുത്ത അപകടം. ഹെയർപിൻ വളവ് 13-ൽ നിന്ന് അപകടത്തിൽപ്പെട്ട വാഹനം അത് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു, പതിക്കുകയായിരുന്നു. അതിൽ ആ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തന്നെ തകരുന്ന അവസ്ഥയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇതാ പ്രേക്ഷകർ തത്സമയം തന്നെ കാണുകയാണ്. വാഹനം ഏറെക്കുറെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. 2 ഡ്രൈവർമാരുൾപ്പെടെ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ബാക്കി 9 പേരുടെ ജീവൻ ഈ അപകടം കവർന്നിരിക്കുന്നു. വലിയ ഞെട്ടലോടെയാണ് കേരളം ഇന്നലെ രാത്രി വാർത്ത കണ്ടത്. ഇന്ന് രാവിലെയും അതിൻ്റെ സങ്കടം മാറാതെയാണ് നമ്മൾ ഉണർന്നെഴുന്നേറ്റതും. 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ ആ വാഹനം 9 പേരുടെ ജീവനെടുത്തു. ഒരു ഗ്രാമത്തെ ഒന്നടങ്കം സങ്കടക്കടലിലേക്ക് തള്ളിവിട്ട ഒരു അപകടം. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് LP സ്കൂൾ, അതിലെ അധ്യാപകർ, വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ സാധാരണ ജീവിതത്തോട് എത്രത്തോളം ഇഴുകിച്ചേർന്നാണ് അവർ ജീവിക്കുന്നത്. ഇവർ പഠിപ്പിക്കാത്ത, ഇവർ അക്ഷരം പറഞ്ഞു കൊടുക്കാത്ത ഒരു കുട്ടിയില്ലാത്ത ഒരു വീട് പോലും ആ പ്രദേശത്തുണ്ടാവില്ല. അത്രത്തോളം ആ വീടിൻ്റെ ആ നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ അവർക്ക് ഒരു റോളുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട അധ്യാപകരുൾപ്പെടെയുള്ള 9 പേരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത്. അവർക്ക് ഇനി നൽകാൻ പറ്റുന്നത് ആ നാടിന് സ്നേഹത്തോടെയുള്ളൊരു യാത്രയപ്പാണ്. അതിന് ആ നാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്കെത്തും. അവരെ സംസ്കാര ചടങ്ങുകൾ അതിനു മുൻപ് ഒരു പൊതുദർശനമുണ്ട്. അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പൊതുദർശനം. അവർ പഠിപ്പിക്കുന്ന പാങ് സ്കൂളിൽ അങ്ങനൊരു സൗകര്യമില്ല. അതൊരു ചെറിയ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യത്തിൽ കൂടി ഈ അമ്പലപ്പറമ്പ് ഹൈസ്കൂളിലേക്ക് ഈ പൊതുദർശനം മാറ്റുകയായിരുന്നു. പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ, പൊതുദർശനത്തിന് ശേഷമായിരിക്കും വീട്ടുകാർക്ക് വിട്ടു നൽകുക. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അബ്ദുൾ മജീദ് ആ സ്കൂളിലെ പാങ് സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കിയയും ഈ 2 പേരും അപകടത്തിൽ മരിച്ചിരുന്നു. ഇവരുടെ സംസ്കാരം പാങ് മാട്ടത്ത് ജുമാ മസ്ജിദിലാണ് നടക്കുക. റംല ടീച്ചർ ഈ സ്കൂളിലെ അധ്യാപികയാണ്. സാജിദ ആ സ്കൂളിലെ പാചക തൊഴിലാളിയാണ്. ഷക്കീല അധ്യാപികയാണ്. അവർ നേരത്തെ അവിടെ പഠിപ്പിച്ചിരുന്നു. പിന്നീട് UP സ്കൂളിലേക്ക് മാറിയിരുന്നു. ഈ 3 പേരുടെയും സംസ്കാരം പാങ് വലിയ ജുമാഅത്ത് പള്ളിയിലാണ് നടക്കുന്നത്. അജിത ടീച്ചർ, അവരുടെ സംസ്കാരം നടക്കുക ഷൊർണൂർ ശാന്തിതീരത്താണ്. ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു അജിത ടീച്ചർ. ഏതാണ്ട് 2 വർഷം മുൻപാണ് അവർ ആ സ്കൂളിലേക്ക് എത്തിയത്. ഇനി ഈ സർവീസിൽ നിന്ന് വിരമിക്കാൻ 1 വർഷം മാത്രമാണ് സമയമുള്ളത്. 2 വർഷം മാത്രമേ ഉള്ളൂവെങ്കിലും ആ സ്കൂളിൻ്റെ, ആ നാടിൻ്റെ ജീവിതവുമായി വളരെ ഇഴുകിച്ചേർന്നവർ ജീവിച്ച ആൾ തന്നെയാണ്. അജിത ടീച്ചറുടെ സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. ആശ ടീച്ചർ പാങ്ങിൽ നിന്നല്ല, അല്പം മാറി കൊളത്തൂർ എന്ന ഭാഗത്താണ് ആശ ടീച്ചറുടെ നാട്. അവിടെ കൊളത്തൂർ തറവാട്ട് വീട്ടിലായിരിക്കും ആശ ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സുഹറ അവർ അധ്യാപികയാണ്. അവരുടെ മകൻ ഹാഷിം, 2 പേർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇവരുടെ ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിൽ ഇവരുടെയും മൃതദേഹം ഖബറടക്കും. ആ രീതിയിൽ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് ഈ വീട്ടിലേക്ക്, പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ അവിടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. വീടുകളിലേക്ക് വരരുത്, പരമാവധി ആളുകൾ ഈ പൊതുദർശനം നടക്കുന്ന സ്കൂളിലേക്ക് എത്തണം എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് ഒരിക്കൽ കൂടി അമ്പലത്തറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ചേരുകയാണ്. നിഖിൽ, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. പ്രിയപ്പെട്ട ആളുകൾ, ജീവനറ്റ ശരീരമായി അവർ എത്തുകയാണ്. നിഖിൽ നേരത്തെ സംസാരിക്കുമ്പോൾ പലരും ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. പലരും അല്പസമയം ഒന്ന് വീട്ടിൽ പോയി തിരിച്ചെത്തിയതല്ലാതെ മുഴുവൻ സമയവും ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനി അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ളത് ഏറ്റവും നല്ല ഒരു യാത്രയയപ്പ്, സ്നേഹത്തോടെയുള്ള ഒരു യാത്രയയപ്പ്. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഈ അമ്പലപ്പറമ്പ് ഹൈസ്കൂൾ സാക്ഷിയാകാൻ പോകുന്നത്, അമ്പലത്തറ സ്കൂൾ സാക്ഷിയാകാൻ പോകുന്നത്. എന്താണ് അവിടുന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ പറ്റുന്ന വിവരം? ദില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട 9 പേരാണ് ജീവൻ നഷ്ടമായി ഇവിടേക്ക് മടങ്ങി വരുന്നത്. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 3 മണിക്ക് യാത്ര തിരിച്ച് വളരെ മനോഹരമായ കുറേ സമയങ്ങൾ ചിലവിട്ട്
തങ്ങൾക്ക് ഇവിടേക്ക് ഈ യാത്രയ്ക്ക് വരാൻ പറ്റാത്ത ആളുകളെയൊക്കെ വീഡിയോ കോളിലും മറ്റും ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ അയച്ചു നൽകി തങ്ങളുടെ സ്നേഹമൊക്കെ അവരെ അറിയിച്ച് തങ്ങളുടെ സന്തോഷമൊക്കെ അവരെ അറിയിച്ച് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു യാത്ര കൊണ്ടാടി അത് അവസാനത്തിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് ആ 9 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അവർ എന്തായാലും നമ്മെ വിട്ടുപോയി, ഇനിയിപ്പോൾ അവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള തങ്ങളുടെ സ്നേഹനിർഭരമായിട്ടുള്ള ഒരു യാത്രയപ്പ് അവർക്ക് വേണ്ടി നൽകാൻ വേണ്ടിയാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യാപകരുമായിട്ട് എത്ര വലിയ അടുപ്പം, എത്ര ബന്ധം ഇവർക്കുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ആളുകളുടെയും മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഈ മരിച്ച ആളുകളൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പാണോ അങ്ങനെയൊക്കെ ഉണ്ടായത്? അതെ, ഞാനിവിടുത്തെ HM-ആണ്. അവിടുത്തെ HM അജിത ടീച്ചറുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ മുതലേ അടുപ്പുണ്ട്. പിന്നെ ഫസ്റ്റ് PSC കിട്ടിയത് ഞങ്ങൾക്ക് ഒന്നിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാമന്തോൾ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഹൈസ്കൂളിലേക്ക് HM പ്രൊമോഷൻ കിട്ടി, ടീച്ചർക്ക് LP-യിലേക്ക് HM പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഒരേ പ്രായമാണ്, ഒരേ സമയത്ത് റിട്ടയർ. അടുത്ത വർഷം ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്യേണ്ടി വരുവാണ്. പിന്നെ ആശ എന്ന് പറഞ്ഞ കുട്ടി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ്. ബാക്കി എല്ലാവരെയും എനിക്കറിയാം. നമ്മുടെ മങ്കട സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവരുടെ സഹായം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാഠപുസ്തക സൊസൈറ്റി നമ്മുടെ സ്കൂളിലാണ്. അപ്പോൾ അവരെപ്പോഴും പുസ്തകങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും അവരുമായിട്ട് ബന്ധമുണ്ട്. അവർക്ക് എന്താവശ്യം വന്നാലും ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവരെ സഹകരിക്കുമായിരുന്നു. അതാണ് ഇത്ര അടുത്ത 2 സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ തമ്മിൽ നല്ലൊരു വൈകാരികമായിട്ടുള്ള അടുപ്പം തന്നെ ഉണ്ട്. പിന്നെ നല്ല സുഹൃത്ത് ബന്ധം അവരെല്ലാവരുമായിട്ടുണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ അതൊരു അവസാനത്തെ യാത്രയാണെന്ന് ആരും കരുതിയില്ല. ഇന്നലെ രാവിലെയാണ് അവർ പോയത്. ടൂറിലാണ് അവർ. സ്റ്റാഫ് ടൂറ് സ്കൂൾ പൂട്ടിയതിന് ശേഷം സൗകര്യമായിട്ട് വെച്ചതാണ്. പറയായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 11 മാസമാണല്ലോ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഇപ്പോൾ സ്കൂൾ പൂട്ടിയാലും പിന്നെയും അവരുടെ ജോലി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ കിട്ടിയ ഒരു ചെറിയ ഇടവേളയിലാണ് ഇങ്ങനെ പോയത്. വളരെ വളരെ ദാരുണമായിട്ടാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെ 9 മൊബൈൽ മോർച്ചറികൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ HM-ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് വിദ്യാലയങ്ങളാണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ തമ്മിൽ വളരെ നല്ല അടുപ്പമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇത്രയധികം വേദന ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ മരിച്ച ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? നല്ല ബന്ധമാണ് ഓരോരുത്തരായിട്ട്. നമ്മൾ പാങ്ങലുള്ള എല്ലാവരും ഒരുപോലെ പിന്നെ കഴിഞ്ഞൊരു സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. അത്യാവശ്യമൊന്നുമില്ല, ഒരു വിഷമമുണ്ട്. എങ്ങനെയാണ് അറിഞ്ഞത്? ഇതെങ്ങനെ ഇത് ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ അറിഞ്ഞത്. ഓരോരുത്തരിങ്ങനെ പിന്നെ ഷോക്കാണ്. എത്ര പേര് മരിച്ചെന്ന് അറിയില്ല, ആരാണ് മരിച്ചെന്ന് അറിയണില്ല. ഓരോരുത്തരും ഇവിടെ വേറെ ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു ടൂർ. അവരാണോ എന്നൊന്നും അറിയാതെ ആകെ ഒരു ടെൻഷനായിരുന്നു. വാർത്തകൾ കേട്ടപ്പോൾ ശരിയാവല്ലേ എന്ന് ആഗ്രഹിച്ചു? ശരിയാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ അങ്ങനെ ആവുന്നുള്ളത് അറിഞ്ഞിട്ടല്ലല്ലോ. ഈ നാടൊന്നടങ്കം വലിയ പ്രാർത്ഥനകളിലായിരുന്നു. അത് ഞങ്ങൾ കേട്ടതൊന്നും ശരിയാകല്ലേ എന്നുള്ള പ്രാർത്ഥനകളിലായിരുന്നു ഈ നാടൊന്നടക്കം ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ദുഃഖ വാർത്ത ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാം, ഈ പൊതുദർശന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ തന്നെ, അതായത് ഏതാണ്ട് 6 മണി കഴിയുമ്പോൾ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന ഉമ്മമാരുണ്ട്. അവരൊക്കെ അവസാനമായി ഒരു നോക്ക് തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നതാണ്. ഇനിയും ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അവർക്കൊക്കെ പരമാവധി ആളുകളോട് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുള്ളതും ഈ വിദ്യാലയത്തിലേക്ക് തന്നെയാണ്. കാരണം പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ മഞ്ഞളാംകുഴി അലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരപ്രകാരം എത്ര മണിയോടുകൂടി ഇവിടേക്ക് എത്തി? 8:30 ഇടയിൽ ബോഡി എത്തും. ഇപ്പോൾ പാലക്കാട് എത്താനായി. പിന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എത്തും 8:15 8:30 ആകുമ്പോഴേക്കും എത്തുന്നതാണ് പ്രതീക്ഷ. 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ ഇവിടെ മാക്സിമം 1 മണിക്കൂർ കേട്ടോ. ഇവിടെ എത്തിച്ചേരുന്ന പരമാവധി ആളുകൾക്ക് അവരെ കാണുന്നതിന് വേണ്ടി, അവർക്ക് പ്രിയപ്പെട്ട ആ അധ്യാപകരെ, കുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ, ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടേക്ക് ഒരുപാടധികം ആളുകൾ എത്തിച്ചേർന്ന്, ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അധ്യാപകർ, ഇവരുടെ സുഹൃത്തുക്കൾ, അവരെല്ലാം എത്തിച്ചേർന്ന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. കാരണം ഒരു
ഒരുപാട് വാഹനങ്ങൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ മുൻപ് പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന് പോലും ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ ഇവിടെ സജീവമായി ഇദ്ദേഹം അടക്കമുള്ള ആളുകളുണ്ട്. ഇങ്ങനെയാണ് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം താങ്കൾ? അത് ഞാൻ ആദ്യമായിട്ട് ഹയർ സെക്കൻഡറി ജോലി വാങ്ങുന്നത് ഈ നാട്ടിലാണ്. ഒരു വൈകാരികമായ അടുപ്പം, പിന്നെ 1-2 പേര് മരിച്ച ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഒരു കോവർക്കറുണ്ട്, അവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ വാല്യുവേഷൻ നടക്കായതുകൊണ്ട് ഇവിടുത്തെ ആളുകളില്ല. പിന്നെ ഉണ്ടായിരുന്നു രാത്രി ഒരു 2 മണി വരെ ഉണ്ടായിരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ പോയപ്പോഴാണ് ഞാൻ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വരുന്നത്. പിന്നെ വന്നിട്ട് പോകാൻ തോന്നിയില്ല. തൽക്കാലം ചെറിയൊരു തിരക്കുള്ളതുകൊണ്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അതാണ്, ഇവരൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ മണിക്കൂറുകളോളം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഏതോ സമയം മുതൽ, അതായത് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന് ആ 9 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമ്പോൾ അവരവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വളരെ നേരത്തെ എത്തി ഇവിടെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരിലൊക്കെയാണ് ഈ അധ്യാപകരോടുള്ള സ്നേഹം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ മഞ്ഞളാംകുഴി അലി നമ്മളോട് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട്, ഒരുപക്ഷെ ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ അതിരാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ അധ്യാപകരെ, തങ്ങൾക്ക് പ്രിയപ്പെട്ട ആ അധ്യാപകരെ കാണുന്നതിന് വേണ്ടി. അവരൊന്നും കരുതിയിരുന്നതല്ല. ഒരുപക്ഷെ ഇന്നലെ വളരെ സന്തോഷപൂർവ്വം ഈ യാത്ര അവർ പോകുമ്പോൾ അതൊരു അവസാന യാത്രയായിരിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തരാകാൻ ഈ നാടിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനർത്ഥം അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പാലക്കാട് പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേശീയപാത വഴി ആണ് കടന്നു വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികം വൈകാതെ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഒരുപക്ഷെ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു 8:15 കൂടിയെങ്കിലും ഇവിടേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ പങ്കുവെക്കുന്നത്. അങ്ങനെ 8:15 കൂടി എത്തിച്ചേരുകയാണെങ്കിൽ 8:15 മുതൽ ഒരു 9:15, 9:30 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി വീടുകളിൽ എത്തിച്ച ശേഷം അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കി പള്ളികളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. 3 പള്ളികളിലായിട്ടാണ് ഈ 9 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിൽ അബ്ദുൾ മജീദ്, അദ്ദേഹം അധ്യാപകനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ റുക്കിയ എന്നിവരുടെ സംസ്കാരം പാങ് മാട്ടാത്ത ജുമാ മസ്ജിദിലാണ് നടക്കുക. അധ്യാപികയായിട്ടുള്ള റംല, പാചക തൊഴിലാളിയായിട്ടുള്ള സാജിദ, ഷക്കീല എന്നിവരുടെ സംസ്കാരം നടക്കുക പാങ് വലിയ ജുമാത്ത് പള്ളിയിലാണ്. ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ടുള്ള അജിത, അവരാണ് അല്പം ദൂരെ, അതായത് ഈ സ്കൂളിൽ നിന്ന് അല്പം ദൂരെ ഉള്ളത് അജിതയാണ്. അവരുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തിലാണ് നടക്കുക. അതോടൊപ്പം തന്നെ അധ്യാപികയായിട്ടുള്ള ആശ, അവരുടെ സംസ്കാരം കൊളത്തൂർ അവരുടെ തറവാട്ട് വീട്ടിലുമാണ് നടക്കുക. അതോടൊപ്പം തന്നെ ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ്, ഈ സമീപത്ത് തന്നെയുള്ള ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലാണ് അധ്യാപികയായിട്ടുള്ള സുഹറയുടെയും അവരുടെ മകൻ ഹാഷിമിന്റെയും സംസ്കാരം നടക്കുക. ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷക്കാലം അത്രയും, ഒരു അധ്യയന വർഷം അത്രയും കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി സമയം ഒഴിഞ്ഞു വെക്കുക, അവരെ പാട്ടുകൾ പഠിപ്പിച്ചും അവരെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ ഒരു വർഷക്കാലം ചെലവഴിക്കുക. അത് പൂർത്തിയായ ശേഷം, അവരുടെ ഒരു അധ്യയന കാലം പൂർത്തിയായ ശേഷം ഒരു ദിവസത്തെ ഒരു ഉല്ലാസത്തിന് വേണ്ടി ഒരു യാത്ര പോയതാണ്. സ്ഥിരമായി ഇവർ ഇങ്ങനെ ഇത്തരത്തിൽ യാത്രകൾ പോകാറുള്ളതാണ്, എല്ലാ വർഷവും യാത്രകൾ പോകാറുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത്തവണ ചില ആളുകളുടെ എണ്ണം കുറവുണ്ട്, ചില ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സന്തോഷകരമായ യാത്ര ഒരു വലിയ ദുരന്തത്തിലേക്ക് പര്യവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിഖിൽ പ്രമേഷ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. അവിടെയാണ് 9 മണിയോടെ പൊതുദർശനം നടക്കുക. നമ്മൾ ഒരിക്കൽ കൂടി പാങ് GLP സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ വർഷയുണ്ട്. ആ സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരുമാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചതിൽ ഭൂരിഭാഗം ആളുകളും. നമുക്കറിയാം, ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ സമയപരിധി 24 മണിക്കൂറാണ്. ഈ യാത്രയുടെ സന്തോഷം അവർ പങ്കുവച്ച്, ഈ അധ്യാപകരും ഈ യാത്രയിൽ പോയ ആളുകളും ആ സന്തോഷം പങ്കുവച്ച വാട്സപ്പ് സ്റ്റാറ്റസുകൾ അത് എക്സ്പയർ ആകുന്നതിന് മുൻപ് തന്നെ അവരുടെ മരണവാർത്ത അവരെ യാത്രയേക്കാളുള്ള ഒരുക്കത്തിൽ ഒരു നാട് പോകുന്നത്രയും അപ്രതീക്ഷിതമായൊരു ദുരന്തമാണ് പാങ്ങിൽ എത്തിയിരിക്കുന്നത്. ആ നടുക്കത്തിൽ നിന്ന് പാങ്ങും ആ സ്കൂളും ആ നാട്ടുകാരും മുക്തമായിട്ടുമില്ല. വർഷ, ആ സ്കൂളിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം?
ദിൽന, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അധ്യാപകർ പഠിപ്പിച്ചിരുന്ന പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിന് മുമ്പിലാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ആളുകളൊന്നുമില്ല. കാരണം പൊതുദർശനം നടക്കുന്നത് തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ ദൂരത്ത് അകലെയുള്ള പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നിലവിൽ ആളുകളെല്ലാം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇന്ന് പുലരുവോളും ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പൊതുദർശനത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം നിലവിൽ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്കൂൾ ആകെ ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു സ്കൂളിലെ ഭൂരിഭാഗം അധ്യാപകരും ഇവിടെ നിന്ന് വിടവാങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഇനിയിപ്പോൾ വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ അത് കുട്ടികളെ എത്രമാത്രം വേദനയിലാക്കുമെന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. ഇന്നിപ്പോൾ പൊതുദർശനം സംസ്കാരം എല്ലാം കഴിയും. ഇനി സ്കൂൾ തുറക്കുന്ന സമയത്തായിരിക്കും ആ ഒരു വേർപാടിൻ്റെ വേദന വിദ്യാർത്ഥികളും അതേപോലെ അവരുടെ മാതാപിതാക്കളും നാട്ടുകാരും എല്ലാം കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഈ അധ്യാപകർ എന്ന് പറയുന്നത് പ്രദേശവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവരാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ചെറിയ സ്കൂളാണ്, ഒരു ഉൾപ്രദേശമാണ്. ഈ പ്രദേശത്ത് ഈ സ്കൂളാണ് പ്രധാനമായും ഇവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും സ്കൂൾ അധ്യാപകർ ഇവർക്കുണ്ടാവാറുണ്ട്. എന്ത് പരിപാടികളും സ്കൂളിൽ വെച്ച് നടക്കാറുണ്ട്. അത്തരത്തിൽ സ്കൂളുമായി വലിയൊരു ആത്മബന്ധം ഈ പ്രദേശവാസികൾക്കെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നുൾപ്പെടെ മനസ്സിലായത്. എന്തൊരാവശ്യത്തിനും ഇവരുടെ അധ്യാപകർ ഓടിയെത്തുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്നതെല്ലാം ചെറിയ മക്കളായതുകൊണ്ട് തന്നെ മാതാപിതാക്കളാണ് ഇവിടെ സ്കൂളിലേക്ക് മക്കളെ എത്തിക്കുന്നത്. അപ്പം മാതാപിതാക്കളുമായും ഈ അധ്യാപകർക്ക് വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അല്പം മുമ്പ് ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഉമ്മ, വീൽ ചെയറിലുള്ള ഒരു ഉമ്മ, അതായത് കാലിന് പരിമിതിയുള്ള ഒരു ഉമ്മയാണ്. ആ ഉമ്മയ്ക്ക് വീൽ ചെയർ എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയാണത്. അപ്പം അധ്യാപകരെ അവസാനമായി ഒരു നോക്കി കാണണമെന്ന് പറഞ്ഞ് കരയുന്നൊരു അവസ്ഥയാണ് അവർക്കുള്ളത്. അവരെ ഒന്ന് ഈ സ്കൂളിൽ എത്തിച്ച് അധ്യാപകരെ കാണിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പലരും പല അനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഹെഡ് മിസ്റ്റേഴ്സ് ഈ സ്കൂളിലേക്ക് മാറ്റം കിട്ടിയെത്തിയത്, അജിത ടീച്ചർ. ആ ടീച്ചർ എത്രമാത്രം ഈ 2 വർഷം കൊണ്ട് ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായി എന്നുള്ളത് ഇന്നലെ രാത്രി ആ നാട്ടുകാരുടെ പ്രതികരണത്തിൽ അതാണ്. 2 വർഷം മാത്രമേ അവിടെ വന്നിട്ടായിട്ടുള്ളൂ എങ്കിലും അജിത ടീച്ചർ ആ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരാണ്. മറ്റുള്ളവരും വർഷങ്ങളായി അവിടെ അധ്യാപകരായി ജോലി ചെയ്യുന്നവരും ജീവനക്കാരായി ജോലി ചെയ്യുന്നവരുമാണ്. അതോടൊപ്പം ആ നാട്ടിൽ തന്നെ ഉള്ളവരാണ് കൂടുതൽ ആളുകളും. അവർ പോയതിൻ്റെ ദുഃഖം, ഉറ്റവരുടെ സങ്കടം, അവരുടെ വേദന, അതിൽ നമുക്ക് മറുപടി പറയാനില്ല. അവർക്കുണ്ടായ നഷ്ടം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ശൂന്യതയ്ക്കും മറുപടി പറയാനില്ല. ഈ സങ്കടകരമായ ആ വാർത്ത അവർക്കിനി ഏറ്റവും നല്ലൊരു യാത്രവേൽപ്പ് നൽകാൻ അതുമാത്രമാണ് ആ നാട്ടിന് നൽകാൻ പറ്റുക. അതിനുള്ള ഒരുക്കത്തിലാണ് പാങ് എന്ന ഗ്രാമം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.